ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജനസേവന കേന്ദ്രം. ജനങ്ങൾക്ക് സേവനങ്ങൾ സുതാര്യമായി ലഭ്യമാക്കുന്നതിന് നഗരസഭ ഒരുക്കിയ സംവിധാനം. കോഴിക്കോട് നഗരസഭയിലെ ജനസേവന കേന്ദ്രം വിശ്രമമില്ലാതെ രാവിലെ 9 മണി മുതൽ 6 മണി വരെ ഇനി സജ്ജമായിരിക്കും. ഏറെ നേരം കാത്തിരുന്ന് മുഷിയാതെ കൃത്യമായി ക്രമീകരിച്ച് സമയത്തിനുള്ളിൽ സേവനം ലഭ്യമാക്കാവുന്നതാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സമ്പൂർണ്ണ മദ്യനിരോധനം പ്രായോഗികമല്ലെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. ഓൺലൈൻ മദ്യവിൽപ്പന മണ്ടത്തരമാണെന്നും എക്സൈസ് കമ്മീഷണർ. സമയം ദീർഘിപ്പിച്ച് കോർപ്പറേഷന്റെ ജനസേവന കേന്ദ്രം. കാത്തിരുന്ന് മുഷിയാതെ ഇനി സേവനങ്ങൾ വേഗത്തിൽ. ബി.ജെ.പി. ഭരണത്തിൽ പട്ടാളക്കാർക്ക് സംരക്ഷണമില്ലെന്ന് DCC പ്രസിഡന്റ് KC അബു. 2 ദിവസം കോഴിക്കോട്ട് തമ്പടിച്ച മന്ത്രിമാർ അപകടത്തിൽ കാണാതായ സൈനികരുടെ വീട് സന്ദർശിച്ചില്ലെന്നും വിമർശനം. വിശദമായ വാർത്തകളിലേക്ക്. സമ്പൂർണ്ണ മദ്യനിരോധനം പ്രായോഗികമല്ലെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. ഓൺലൈൻ മദ്യവിൽപ്പന മണ്ടത്തരമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സർക്കാരിന്റെ മദ്യനയത്തെ പിന്തുണച്ച് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് കോഴിക്കോട് ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. കേരളത്തിൽ മദ്യനിരോധനം പ്രായോഗികമല്ല, ഓൺലൈൻ മദ്യവിൽപ്പന മണ്ടത്തരമാണ്, മദ്യവർജനമാണ് ഏറ്റവും ഉചിതം. ഇങ്ങനെ പോകുന്നു എക്സൈസ് കമ്മീഷണറുടെ നിലപാടുകൾ. LDF സർക്കാർ 100 ദിനം പിന്നിടുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 44,000 കേസുകളാണ്. വിവിധ കേസുകളിലായി ഫൈനായി ഈടാക്കിയത് 3,84,00,000 രൂപ. കർശനമായ പരിശോധനകളുടെയും ഇടപെടലുകളുടെയും ഭാഗമായാണ് എക്സൈസ് വകുപ്പിന് മദ്യമയക്കുമരുന്ന് മാഫിയകളെ പിടികൂടാൻ സാധിച്ചതിനു പിന്നിലെ കാരണമെന്നാണ് കമ്മീഷണറുടെ പക്ഷം. പിടികൂടിയവരിൽ ഏറെ പേർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചത് അഭിമാന നേട്ടമാണ്. സ്കൂളുകൾ, കോളേജുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള ലഹരിമുക്ത പദ്ധതികൾ വിജയകരമായിരുന്നുവെന്ന് എക്സൈസ് കമ്മീഷണർ പറയുന്നു. ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനകൾ ഇനിയും തുടരുമെന്നും മഞ്ചേശ്വരം, വാളയാർ, മുത്തങ്ങ, അമരവിള, അരിയാർക്കാട് തുടങ്ങിയ ചെക്ക് പോസ്റ്റുകളിൽ സ്കാനർ സ്ഥാപിക്കാൻ സർക്കാരിലേക്ക് പ്രൊപ്പോസൽ നൽകിയിട്ടുണ്ട് എന്നും കമ്മീഷണർ വ്യക്തമാക്കി. എക്സൈസ് വകുപ്പിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്ന ഉറപ്പു നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബി.ജെ.പി. ദേശീയ കൌൺസിലിൽ പങ്കെടുക്കാൻ എല്ലാ കേന്ദ്രമന്ത്രിമാരും 2 ദിവസം കോഴിക്കോട്ടുണ്ടായിട്ടും വിമാനാപകടത്തിൽ കാണാതായ കാക്കൂർ സ്വദേശികളായ സൈനികരുടെ വീട് സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് KC അബു കുറ്റപ്പെടുത്തി. കൊല്ലപ്പെട്ട മുഹമ്മദ് അസ്ലമിന്റെ കുടുംബത്തോട് സർക്കാർ കാണിക്കുന്ന അനീതിക്കെതിരെ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യം പറഞ്ഞാൽ BJP ഭരണത്തില് പട്ടാളക്കാർക്ക് യാതൊരു സംരക്ഷണവുമില്ല. പശുക്കൾക്ക് സംരക്ഷണമുണ്ട്. മേനകാ ഗാന്ധി ഉള്ളതുകൊണ്ട് പട്ടികൾക്കും സംരക്ഷണമുണ്ട്. മരിച്ച പട്ടാളക്കാരുടെ വീട്ടിൽ ഇവരാരും പോയില്ല എന്ന കാര്യം നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കോടതി നിരപരാധി എന്ന് പറഞ്ഞ് വിട്ടയച്ച മുഹമ്മദ് അസ്ലമിനെ കൊലപ്പെടുത്തിയിട്ട് 53 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് സാധിച്ചിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് KC അബു കുറ്റപ്പെടുത്തി. മുഹമ്മദ് അസ്ലമിന്റെ വീടോ കുടുംബത്തെയോ സന്ദർശിക്കാനും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഇതുവരെ തയ്യാറായിട്ടില്ല. കുടുംബത്തിനായി ഒരു നഷ്ടപരിഹാര തുകയും നൽകാൻ സർക്കാർ തയ്യാറായില്ലെന്നും KC അബു ആരോപിച്ചു. CPMന്റെ പ്രമുഖരായ നേതാക്കന്മാരോടൊപ്പം സ്ഥിരമായി ഡ്രൈവറായി പോയിരുന്ന രാജീവനാണ് ഈ മുഹമ്മദ് അസ്ലമിനെ കൊല ചെയ്യുവാൻ പോയ കൊലയാളി സംഘം സഞ്ചരിച്ച ഇന്നോവ കാറിന്റെ ഡ്രൈവറും ഇതേ രാജീവൻ തന്നെയാണ്. ദാരുണമായ കൊലപാതകം നടന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസുകാരെ അന്വേഷണത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന സർക്കാർ സമീപനത്തിനെതിരെ കളക്ടറേറ്റിൽ ധർണാ സമരം നടത്തും. സെപ്റ്റംബർ 28 നടത്തുന്ന സമരം KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്യുമെന്നും KC അബു, ഉമ്മർ പാണ്ടികശാല, NC അബൂബക്കർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
LDF സർക്കാരിന്റെ മദ്യനയം പ്രായോഗികമാണെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. മദ്യനിരോധനത്തേക്കാൾ നല്ലത് മദ്യവർജനമാണെന്നും ഇതിനെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ADSO യൂണിറ്റിന് ഏർപ്പെടുത്തിയ മന്മഥൻജി അവാർഡ് ഹോളി ക്രോസ് കോളേജിന് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ADSO യൂണിറ്റിന് ഏർപ്പെടുത്തിയ മന്മഥൻജി അവാർഡ് ഇനി കോഴിക്കോട് ഹോളിക്രോസ് കോളേജിന് സ്വന്തം. 2015 പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കോളേജിനെ പുരസ്കാരം തേടിയെത്തിയത്. ഹോളിക്രോസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗിൽ നിന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ഷൈനിയും വിദ്യാർത്ഥികളും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. LDF സർക്കാരിന്റെ മദ്യനയം പ്രായോഗികമാണെന്ന് ഋഷിരാജ് സിംഗ് അഭിപ്രായപ്പെട്ടു. മദ്യനിരോധനം നടപ്പിലാക്കിയ മറ്റ് സംസ്ഥാനങ്ങളിൽ മദ്യത്തിന്റെ ഒഴുക്ക് കൂടുകയാണ് ചെയ്തത്. ഒരു തരത്തിലും മദ്യം നിരോധിക്കാനാവില്ല. അതുകൊണ്ടുതന്നെ മദ്യവർജനത്തിനാണ് പിന്തുണയുണ്ടാവുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടുവരുന്ന മദ്യം ആ നിയമനം ഒരു നല്ല നിയമനമാണ്. അതിന് ഒരു സംശയമൊന്നുമില്ല. വി ഹാവ് ടു ബി പ്രാക്ടിക്കൽ അബൌട്ട് ഇറ്റ്. തുടർന്ന് മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ദൂഷ്യവശങ്ങളെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ വിശദീകരണം നൽകി. വിഷയം സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഋഷിരാജ് സിംഗ് മറുപടിയും നൽകി. ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ നേരിട്ടറിയിക്കണമെന്ന് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശവും നൽകിയാണ് അദ്ദേഹം വേദി വിട്ടത്. ചടങ്ങിൽ മദ്യനിരോധന സമിതി സംസ്ഥാന വനിതാ പ്രസിഡന്റ് പ്രൊഫസർ OJ ചിന്നമ്മ അധ്യക്ഷയായിരുന്നു. ഡോക്ടർ ജേക്കബ് വടഞ്ചേരി മന്മഥൻജി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PK സുരേഷ്, പ്രൊഫസർ TM രവീന്ദ്രൻ, പുന്നശ്ശേരി ശ്രീധരൻ മാസ്റ്റർ, സിസ്റ്റർ ജോയ്സി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാരുണ്യത്തിന്റെ ഇത്തിരിവെട്ടം കാത്തിരുന്ന വിനോദിനിക്കും മകൾ പ്രിയങ്കയ്ക്കും സഹായ പ്രവാഹം. കുറ്റിക്കാടുകൾക്കിടയിൽ ഇടിഞ്ഞുപൊളിഞ്ഞ കൂരയിൽ കഴിയുന്ന ഈ അമ്മയുടെയും മകളുടെയും നരക ജീവിത കഥ സമൂഹത്തിന് മുന്നിലെത്തിച്ചത് ജില്ലാ വാർത്തകളായിരുന്നു. ഒരു മാസം മുൻപ് കൊയിലാണ്ടി ചെറിയമങ്ങാട് കടപ്പുറത്ത് ചുള്ളിക്കാടുകൾക്കുള്ളിൽ ഒടിഞ്ഞു തൂങ്ങിയ ചുവരുകൾക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് പുതച്ച കൂരയ്ക്കുള്ളിൽ കഴിയുന്ന അമ്മയുടെയും മകളുടെയും അവസ്ഥ പുറംലോകത്ത് എത്തിച്ചത് ജില്ലാ വാർത്തകളായിരുന്നു. ക്യാമറമാൻ സൈലേഷിനോടൊപ്പം ഞങ്ങൾ അവിടെ എത്തുമ്പോൾ താളം തെറ്റിയ 24-കാരിയെ മാറോടണച്ച് കണ്ണീരിന്റെ കാണാക്കയത്തിൽ രാവും പകലും തള്ളി നീക്കിയ വിനോദിനി ഇപ്പോൾ സന്തോഷവതിയാണ്. വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് ഷൺമുഖത്തിന്റെ സഹപ്രവർത്തകർ സഹായവുമായി എത്തി. മുംബൈയിൽ എയർ ഇന്ത്യയിലായിരുന്നു ഷൺമുഖത്തിന് ജോലി. 20 വർഷങ്ങളോളം ഒരുമിച്ച് ജോലി ചെയ്ത തങ്ങളുടെ സഹപ്രവർത്തകന്റെ കുടുംബത്തിന്റെ ദുരവസ്ഥയറിഞ്ഞാണ് മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ റിട്ടയർഡ് എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി PD സോമനും അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി AT രാജയും എത്തിയത്. TP ഷൺമുഖം എന്റെ കൂടെ ബോംബെ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് എയർ ഇന്ത്യ ജോലി ചെയ്തതാണ്. ഞങ്ങൾ ഏതാനും 20 വർഷത്തിൽ കൂടുതൽ ഒരേ സെക്ഷനിൽ തന്നെ ജോലി ചെയ്തിരുന്നു. റിട്ടയർ ആയതിനു ശേഷം അവിടുന്ന് ബോംബെ വിട്ട് ഇവിടെ വന്ന് താമസിച്ചു. അതിനുശേഷം അങ്ങനെക്കുറിച്ചൊരു വിവരമൊന്നുമില്ല. ബോംബെയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എയർ ഇന്ത്യ ക്വാർട്ടേഴ്സിൽ അങ്ങേർക്ക് ക്വാർട്ടേഴ്സ് എല്ലാം അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ജോലി ചെയ്യായിരുന്നു. ഒരു നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. യാതൊരു ദുസ്വഭാവം. പൈതൃകം മാറ്റിവെച്ച കൂരയ്ക്കുള്ളിൽ കഴിയുമ്പോൾ ഇടയ്ക്കെപ്പോഴോ വന്ന് മാഞ്ഞുപോയ ദാമ്പത്യത്തിന്റെ ഉൾമുറിവുകൾ പ്രിയങ്കയുടെ മനസ്സിൽ കാറ്റും കോളും നിറച്ചു. അതോടെ ഉള്ളം കലങ്ങി. തോരാതെ പെയ്യുന്ന കണ്ണീരിനും മഴയ്ക്കുമൊപ്പം കഴിഞ്ഞ ഇവർക്ക് നാട്ടുകാരുടെ ഇടപെടലോടെ പുതിയ വീട് നിർമ്മാണവും ആരംഭിച്ചു. ഇപ്പോൾ അടിത്തറയുടെ ജോലി പൂർത്തിയായി. ഷൺമുഖത്തിന്റെ സഹപ്രവർത്തകർ സ്വരൂപിച്ച തുക വിനോദിനിക്ക് കൈമാറി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും സഹായങ്ങൾ എത്തുന്നുണ്ട്. മുറതെറ്റി കൈപ്പിടിയിലെത്തുന്ന വിധവാ പെൻഷനായ 800 രൂപ മാത്രമായിരുന്നു ഇവരുടെ വരുമാനം. ഒരു തരിവട്ടം പോലും വന്നു വീഴാത്ത ജീവിതത്തിന്റെ കൂരിരുട്ടിൽ നമ്മൾ കത്തിച്ചുവെച്ച ചെറിയൊരു തിരിനാളം ഇവരുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കിയതിൽ നമുക്കും അഭിമാനിക്കാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഇനി ലോകോത്തര ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. BCC ഇന്റർനാഷണൽ, ദ ഗ്ലോബൽ സൊല്യൂഷൻ ഫോർ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് നീഡ്സ്. ഉദ്ഘാടനം സെപ്റ്റംബർ 28 ബുധനാഴ്ച കാലത്ത് 10 മണിക്ക് കോഴിക്കോടിന്റെ മേയർ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. BCC ഇന്റർനാഷണൽ, BCC എൻക്ലേവ്, മാവൂർ റോഡ്, കോട്ടുളി, കാലിക്കറ്റ്.
ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. വ്യക്തിത്വ രൂപീകരണത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ടെന്നും വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ മലാപ്പറമ്പ് വേദവ്യാസ വിദ്യാലയത്തിൽ നടന്ന APJ അബ്ദുൽ കലാം അനുസ്മരണത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വ രൂപീകരണത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ടെന്നും വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. മലാപ്പറമ്പ് വേദവ്യാസ വിദ്യാലയത്തിൽ നടന്ന APJ അബ്ദുൽ കലാം അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നളന്ദ, തക്ഷശില മുതലായ ഭാരതത്തിലെ സർവകലാശാലകൾ ലോക പ്രശസ്തമാണ്. മുൻകാലങ്ങളിൽ വിദേശങ്ങളിൽ നിന്നുപോലും അനവധി ആളുകൾ അവിടെ പഠനത്തിനെത്തിയിരുന്നു. അതുപോലെ വിദ്യാഭാരതി, വിദ്യാനികേതന സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകനായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം അവസാന നിമിഷം വരെ പഠിക്കുകയും ചെയ്തു. പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കല്ല ഒരു വിദ്യാർത്ഥിയെ അളക്കുന്നത്. നല്ല സ്വഭാവശുദ്ധിയും അറിവും ആത്മവിശ്വാസവും അവനിൽ രൂപപ്പെടണം. നല്ല മനുഷ്യനെയും സമൂഹത്തെയും സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും അതുകൊണ്ട് തന്നെ എല്ലാ അധ്യാപകരും അബ്ദുൽ കലാമിന്റെ പാത പിന്തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്കൂൾ സന്ദർശിച്ചതിന്റെ സ്മരണയ്ക്കായി നടത്തിയ അഖില കേരള ക്വിസ് മത്സരത്തിൽ വിജയിച്ചവർക്ക് മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് M. മാധവൻ മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി AC ഗോപിനാഥ്, പ്രിൻസിപ്പൽ A. ചന്താമരാക്ഷൻ, സെക്രട്ടറി P. നന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സെക്യൂരിറ്റി ജീവനക്കാർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച മിനിമം വേതനം ലഭ്യമാക്കണമെന്ന് ഓൾ ഇന്ത്യ സെക്യൂരിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാശിമഠം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KT അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച മിനിമം വേതനം സെക്യൂരിറ്റി ജീവനക്കാർക്ക് ലഭിക്കണമെന്ന് ഓൾ ഇന്ത്യ സെക്യൂരിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് പരിഗണിച്ച് ജീവനക്കാർക്ക് മിനിമം 700 രൂപ ദിവസവേതനം നൽകണമെന്നും ആവശ്യമുയർന്നു. കാശിമഠം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KT അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പണ്ട് നമുക്കറിയാം, കർഷക തൊഴിലാളികൾ ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാടുകൊണ്ടും കൂട്ടമായി ആത്മഹത്യ ചെയ്ത കഥകൾ. ആ സ്ഥിതിയിലേക്ക് നമ്മുടെ സെക്യൂരിറ്റി ജീവനക്കാർ എത്താൻ പാടില്ല. അവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ജീവിക്കണമെങ്കിൽ മിനിമം ദിവസം 700 രൂപയെങ്കിലും വേതനം ലഭിക്കണം എന്നാണ് ഞങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ മുഖ്യമായ ആവശ്യം. ജില്ലാ പ്രസിഡന്റ് RK വേലായുധൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് ക്യാപ്റ്റൻ K. മുഹമ്മദ് ഇക്ബാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് സുബൈദാർ AK സുഗുണൻ, K. റുക്കിയ ബീവി, K. ശോഭന, TIC ബാബു, M. പ്രഭാകരൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രശസ്ത സാഹിത്യ നിരൂപകൻ പ്രൊഫസർ V. സുകുമാരനെ കോഴിക്കോട്ടെ എഴുത്തുകാരും സാംസ്കാരിക സംഘടനകളും ആദരിക്കുന്നു. സെപ്റ്റംബർ 30 അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി എഴുത്തുകാരൻ C. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 4 പതിറ്റാണ്ട് ഇന്ത്യക്കകത്തും വിദേശത്തും ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും പഠിപ്പിക്കുകയും 20ഓളം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത സാഹിത്യ നിരൂപകനും ഇംഗ്ലീഷ് മലയാളം പ്രസിദ്ധീകരണങ്ങളിൽ കോളമിസ്റ്റുമായ പ്രൊഫസർ V. സുകുമാരനെ കോഴിക്കോട്ടെ എഴുത്തുകാരും സാംസ്കാരിക സംഘടനകളും സെപ്റ്റംബർ 30 ആദരിക്കും. അളകാപുരി ഓഡിറ്റോറിയത്തിൽ രാവിലെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പ്രശസ്ത എഴുത്തുകാരൻ C. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ വൈശാഖൻ മുഖ്യപ്രഭാഷണം നടത്തും. പ്രൊഫസർ V. സുകുമാരൻ രചിച്ച ഗ്രന്ഥങ്ങൾ C. രാധാകൃഷ്ണൻ, P. വത്സല, KP ശങ്കരൻ എന്നിവർ പ്രകാശനം ചെയ്യും. സെമിനാർ പ്രശസ്ത കവി ഏഴാച്ചേരി രാമചന്ദ്രനും സുഹൃത്ത് സമ്മേളനം പ്രശസ്ത കവി പ്രഭാവർമ്മയും ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി വൈസ് ചെയർമാൻ K. ചന്ദ്രൻ, ജനറൽ കൺവീനർ VT സുരേഷ്, ഡോക്ടർ U. ഹേമന്ത് കുമാർ തുടങ്ങിയവർ പറഞ്ഞു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് ബ്രാഞ്ച് 3 സമ്മേളനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU കോഴിക്കോട് ബ്രാഞ്ച് 3 സമ്മേളനം നടന്നു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരിയാണ് ഉദ്ഘാടനം ചെയ്തത്.
ആ ഒരു രംഗം ഇപ്പോൾ പുതിയ കാലത്തെ പുതിയ വെല്ലുവിളികളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. വളരെ എളുപ്പത്തിൽ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു രംഗമല്ലാതെയാക്കി മാറ്റുന്നതിന് വേണ്ടി ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. LIC AOI ജില്ലാ പ്രസിഡന്റ് P. വത്സകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി NV സുമേഷ്, TK വിശ്വൻ, CP മുഹമ്മദ് കുഞ്ഞി, ജൂലി MA, K. സുബൈർ, ജേക്കബ് തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്ക് ഉപഹാരവും സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹൃദയത്തിന് വേണ്ടി ഒരു നടത്തം. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന നടത്തം സെപ്റ്റംബർ 29 മാനാഞ്ചിറ മൈതാനത്ത് നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി ടൗൺ ഹാളിൽ സമാപിക്കും. നടത്തത്തിൽ പങ്കെടുക്കുന്ന 80 വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷനും കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയും സംയുക്തമായി കഴിഞ്ഞ 11 വർഷത്തോളമായി ഹൃദയത്തിനു വേണ്ടി നടത്തം സംഘടിപ്പിച്ചു വരികയാണ്. ഈ വർഷത്തെ ഹൃദയത്തിനു വേണ്ടിയുള്ള നടത്തം സെപ്റ്റംബർ 29 വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് മാനാഞ്ചിറ മൈതാനത്തു നിന്നും ആരംഭിച്ച് കമ്മീഷണർ ഓഫീസ്, BM സ്കൂൾ, CH ഓവർബ്രിഡ്ജ്, ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഇൻകം ടാക്സ് ഓഫീസ് വഴി ടൗൺ ഹാളിൽ സമാപിക്കും. ടൗൺ ഹാളിൽ ഹൃദയത്തെ സംബന്ധിച്ച് വിദഗ്ധ ഡോക്ടർമാരുമായി മുഖാമുഖം സംഘടിപ്പിക്കും. ചടങ്ങിൽ 80 വയസ്സ് പിന്നിട്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്യുമെന്നും ഡെപ്യൂട്ടി മേയർ മീര ദർശക്, ജനറൽ കൺവീനർ ഡോക്ടർ K. കുഞ്ഞാലി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഇനി ലോകോത്തര ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. BCC ഇന്റർനാഷണൽ, ദ ഗ്ലോബൽ സൊല്യൂഷൻ ഫോർ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് നീഡ്സ്. ഉദ്ഘാടനം സെപ്റ്റംബർ 28 ബുധനാഴ്ച കാലത്ത് 10 മണിക്ക് കോഴിക്കോടിന്റെ മേയർ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. BCC ഇന്റർനാഷണൽ, BCC എൻക്ലേവ്, മാവൂർ റോഡ്, കോട്ടുളി, കാലിക്കറ്റ്. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ജീവന കാലിക്കറ്റ് ഡയോസിസ് സോഷ്യൽ സർവീസ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന വിശുദ്ധ പദവി ആഘോഷവും ബിഷപ്പ് പത്രോണി അവാർഡ് ദാനവും ആശാകിരൺ പദ്ധതി പ്രവർത്തന ഉദ്ഘാടനവും സെപ്റ്റംബർ 29 നടക്കും. MK രാഘവൻ MP പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് രൂപത സംഘടിപ്പിക്കുന്ന വിശുദ്ധ പദവി ആഘോഷവും ബിഷപ്പ് പത്രോണി ക്യാഷ് അവാർഡ് ദാനവും പ്രമുഖ വ്യക്തികളെ ആദരിക്കലും ആശാകിരണം പദ്ധതിയുടെ രൂപതതല പ്രവർത്തന ഉദ്ഘാടനവും സെപ്റ്റംബർ 29 മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ഹാളിൽ നടക്കും. MK രാഘവൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് 3 പ്രമുഖ വ്യക്തികളെ ആദരിക്കും. ഇവരിൽ ഒരാൾക്ക് സോഷ്യൽ സർവീസ് സൊസൈറ്റി ജീവന ഏർപ്പെടുത്തിയ ബിഷപ്പ് പത്രോണി ക്യാഷ് അവാർഡ് നൽകും. മാൻഹോളിൽ ഇറങ്ങി മരണപ്പെട്ട നൌഷാദിന്റെ ഉമ്മ അസ്മാബി, സുഹൃത്തിന് തന്റെ കിഡ്നി പകുത്തു നൽകിയ വൈദികനായ സൈമൺ പീറ്റർ, വടകര മേഖലയിൽ സേവനം ചെയ്യുന്ന എഫ്രൈം കദളിക്കാട്ടിൽ എന്നിവരെയാണ് ആദരിക്കുന്നത്. പ്രമുഖ പ്രഭാഷകനായ അബ്ദുസമദ് സമദാനി മുഖ്യ സന്ദേശം നൽകും. ആദരിക്കൽ ചടങ്ങും ആശാകിരണം പദ്ധതിയുടെ ഉദ്ഘാടനവും മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിക്കുമെന്നും സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. ജനസേവന കേന്ദ്രത്തിന്റെ സമയം പുനഃക്രമീകരിച്ച് കോഴിക്കോട് നഗരസഭാ കാര്യാലയം. പുതുക്കിയ സമയക്രമമനുസരിച്ച് 9 മണി മുതൽ 6 മണി വരെ സേവന കേന്ദ്രം സജ്ജമായിരിക്കും. പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ സുതാര്യമായി ലഭ്യമാക്കുന്നതിന് നഗരസഭയിൽ ഒരുക്കിയ സംവിധാനമാണ് ജനസേവന കേന്ദ്രം. കോഴിക്കോട് നഗരസഭാ കാര്യാലയത്തിൽ മുൻപ് 10 മണി മുതൽ 5 മണി വരെ ഉണ്ടായിരുന്ന ജനസേവന കേന്ദ്രം ഇനി വിശ്രമമില്ലാതെ 9 മണി മുതൽ 6 മണി വരെ സജ്ജമായിരിക്കും. നമ്മൾ സാധാരണ ഓഫീസ് ടൈമിൽ 10 മണിക്കാണ് തുടങ്ങിയത്. അത് പോരാന്ന് എനിക്ക് തോന്നിയത്. കാരണം ആളുകൾ അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് 1 മണി ചിലപ്പോൾ 1:30, 2:30 ചിലപ്പോൾ വരണമെങ്കിൽ തുടങ്ങണമെങ്കിൽ തണുപ്പം വരും. അതൊരു ബ്രേക്കില്ല. 9 to 6. അത് 5 അല്ല, നിങ്ങളത് 6 ആക്കണം.
കമ്പ്യൂട്ടർവൽക്കരിച്ച സേവന കേന്ദ്രം ജനസമ്പർക്ക സംവിധാനത്തിലൂടെ നികുതികളും ഫീസുകളും ഒടുക്കുന്നതിനും ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുന്നതിനും വിവാഹ രജിസ്ട്രേഷൻ നടത്തുന്നതിനും പൊതുജനങ്ങൾക്ക് പരാതികൾ സമർപ്പിക്കുന്നതിനും അപേക്ഷകൾ സമർപ്പിച്ച് രസീത് ലഭ്യമാക്കുന്നതിനും മറ്റ് സേവന വിവരങ്ങളെക്കുറിച്ച് അറിയുന്നതിനും ഇനി ഏറെ നേരം കാത്തിരുന്ന് സമയവും കളയണ്ട. ഉച്ചഭക്ഷണത്തിന് പോലും സമയം മാറ്റിവെക്കാതെയാണ് ജീവനക്കാർ പുതുക്കിയ സമയക്രമത്തിൽ 2 ഷിഫ്റ്റുകളിലായി സേവനം നൽകുന്നത്. 2005 നിലവിൽ വന്ന ഈ സംവിധാനത്തിന്റെ ലക്ഷ്യം ജനസേവനം മെച്ചമാക്കുക എന്നതാണ്. നഗരസഭയിലെ വിവിധ സെക്ഷനുകളുമായി ബന്ധപ്പെട്ട നാനാതരം സേവനങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ നിന്നു തന്നെ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഈ ജനസേവന കേന്ദ്രത്തിന്റെ പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിർത്തു വെറുപ്പിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയവുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സെപ്റ്റംബർ 1 മുതൽ നടത്തുന്ന ക്യാമ്പയിന് ഒക്ടോബർ 1 സമാപനം കുറിക്കും. ക്യാമ്പയിൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ജനമഹാസമ്മേളനത്തിന് കോഴിക്കോട് കടപ്പുറം വേദിയാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംഘടനാ ദേശീയ വൈസ് ചെയർമാൻ EM അബ്ദുറഹ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രതിഷേധം ശക്തമാവുന്നത്. നിർത്തു വെറുപ്പിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയവുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സെപ്റ്റംബർ 1 മുതലാണ് ദേശീയതലത്തിലെ ക്യാമ്പയിനുകൾ ആരംഭിച്ചത്. രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ സംഘപരിവാറിന്റെ ഹിംസാത്മക രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കാനും ഫാസിസത്തിനെതിരെയുള്ള പ്രതിഷേധവുമായിരുന്നു. ദേശീയ ക്യാമ്പയിന്റെ സംസ്ഥാന സമാപനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് ജനമഹാസമ്മേളനം നടക്കുമെന്ന് പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികൾ കോഴിക്കോട്ട് പറഞ്ഞു. പ്രവർത്തകർ അണിനിരക്കുന്ന റാലി, വളണ്ടിയർ മാർച്ച് തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് സമ്മേളനം പൂർണ്ണതയിലെത്തുക. മുഫ്തി സയ്യിദ് ബാക്കിർ അർഷദ്, സാക്കിയ ജഫ്രി, ഡോക്ടർ ആനന്ദ് എൽത്തുന്ദെ, പ്രൊഫസർ KS ഭഗവാൻ, PC ജോർജ് MLA, യോഗേഷ് മാസ്റ്റർ, EM അബ്ദുറഹ്മാൻ, E അബൂബക്കർ, A സയ്യിദ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ ജനമഹാസമ്മേളനത്തിൽ അണിനിരക്കും. തുടർന്ന് കോഴിക്കോട് എംപവർ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു കപ്പൽ വിജയഗാഥ എന്ന നാടകവും അരങ്ങേറുമെന്ന് കോഴിക്കോട് നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി KH നാസർ, സംസ്ഥാന സെക്രട്ടറിമാരായ B നൌഷാദ്, A അബ്ദുൽ സത്താർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്താരാഷ്ട്ര വിപണിയിലെ ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളുമായി BCC ഇന്റർനാഷണൽ ബിസിനസ് ക്രിയേറ്റീവ് കൺസെപ്റ്റിന്റെ കോർപ്പറേറ്റ് ഓഫീസും ഡിസ്പ്ലേ ഹൌസും സെപ്റ്റംബർ 28 കോട്ടൂളിയിൽ പ്രവർത്തനം തുടങ്ങും. മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ വെബ്സൈറ്റ് പ്രകാശനം കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ നിർവഹിച്ചു. ബിസിനസ് ക്രിയേറ്റീവ് കൺസെപ്റ്റ് ഇന്റർനാഷണലിന്റെ കോർപ്പറേറ്റ് ഓഫീസും ഡിസ്പ്ലേ ഹൌസും സെപ്റ്റംബർ 28 കോട്ടൂളിയിൽ പ്രവർത്തനം ആരംഭിക്കും. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഹോട്ടൽ മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ BCCI വെബ്സൈറ്റ് പ്രകാശനം കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ നിർവഹിച്ചു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച BCCI അന്താരാഷ്ട്ര വിപണിയിലെ ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും ഇന്ത്യയിലെത്തിക്കുന്നതോടൊപ്പം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആഗോള വിപണിയിൽ സ്ഥാനം നേടിക്കൊടുക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളും നടത്തും. ഇന്ത്യയ്ക്ക് പുറമെ ദുബായ്, സൌദി അറേബ്യ, ഖത്തർ, സ്പെയിൻ, ജർമ്മനി, ദക്ഷിണാഫ്രിക്ക, മലേഷ്യ, ചൈന, ഹോങ്കോങ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ BCCI പ്രവർത്തന ശൃംഖല ഒരുക്കിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പനയ്ക്കൊപ്പം തന്നെ ഉൽപാദനത്തിലും വിതരണത്തിലും BCCI ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. റൂഫ് ടിപ്സ് എന്ന പേരിൽ ഒട്ടനവധി രാജ്യങ്ങളിൽ കളിമൺ, സെറാമിക് മേച്ചിലോടുകൾ BCCI ഇന്ത്യയിലെത്തിക്കും. സ്റ്റോൺ റൂഫിംഗ് ഷീറ്റും അമേരിക്കൻ നിർമ്മിത ഷിങ്കുകളും സ്പാനിഷ് ASA ഷീറ്റുകളും ഈ വിഭാഗത്തിലുണ്ട്. CCTV ക്യാമറകൾ, സെക്യൂരിറ്റി സംവിധാനങ്ങൾ എന്നിവ മിറിനോ എന്ന ബ്രാൻഡിൽ വിൽപ്പന നടത്തും. കാർവിംഗ് എന്ന പേരിൽ ഇന്റീരിയൽ എക്സ്റ്റീരിയൽ ഉൽപ്പന്നങ്ങളും BCCI വിപണിയിലെത്തിക്കും. ദന്തചികിത്സാ രംഗത്തേക്ക് വേണ്ട ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും ഘടകഭാഗങ്ങളും ഡെൻഡക്സി എന്ന ബ്രാൻഡിലാണ് വിപണിയിൽ എത്തുന്നത്. ഫിംഗർ ടിപ്സ് എന്ന പേരിൽ BCCI കിച്ചൺ ആക്സസറീസും വിപണിയിലെത്തും. ഭാവിയിലെ ഊർജ്ജ പ്രതീക്ഷയായ സൌരോർജ്ജ മേഖലയിൽ സോൾ എനർജി എന്ന ബ്രാൻഡിൽ സോളാർ പാനലുകളും ഉൽപ്പന്നങ്ങളും BCCI ഒരുക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ വിലയിരുത്തി ഉപഭോക്താക്കളുടെ അഭിരുചി കാര്യങ്ങൾ പഠിക്കാനാവശ്യമായ R&D വിഭാഗത്തിന് കീഴിൽ വിപണി ഗവേഷണത്തിൽ BCCI ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണ്. മൈക്ക, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, സോഫ്റ്റ്വെയർ എന്നിവയ്ക്കാണ് വിദേശ വിപണിയിൽ നിന്നും BCCIക്ക് ആവശ്യക്കാർ ഏറെയുള്ളത്. സാധ്യതയുള്ള ഹെൽത്ത് ടൂറിസം മേഖലയിലും BCCIക്ക് പദ്ധതികളുണ്ട്. വാർത്താ സമ്മേളനത്തിൽ BCCI മാനേജിംഗ് ഡയറക്ടർ CP ബഷീർ, ഡയറക്ടർമാരായ സുരേഷ് പത്മനാഭൻ, സക്കറിയ സാദിഖ്, MKK അബ്ദുള്ള, M അബ്ദുൽ ജബ്ബാർ, PP അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 10ാമത് സിൽവർ ഹിൽസ് ട്രോഫിക്ക് വേണ്ടിയുള്ള അഖില കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് സെപ്റ്റംബർ 29 തുടക്കമാകും. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസൻ നിർവഹിക്കും. കോഴിക്കോട് പാറപ്പടി സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാമത് സിൽവർ ഹിൽസ് ട്രോഫിക്ക് വേണ്ടിയുള്ള അഖില കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 29 കേരള സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസൻ നിർവഹിക്കും. ഇന്റർനാഷണൽ ബാസ്കറ്റ്ബോൾ താരം ബേസിൽ ഫിലിപ്പ്, സിനിമാ താരം സുധീഷ്, കൊച്ചൗവ പൗലോ, അയ്യപ്പ കൊയ്ലോ എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ ഹരിശ്രീ കുറിച്ച മാസ്റ്റർ രുദ്രാക്ഷ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും.
ലൈഫ് ഡസ് നോട്ട് റിവൈൻഡ്, സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം സ്കൂളിന് പുറത്തും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ മാനാഞ്ചിറ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വെച്ച് കുട്ടികളുടെ പ്രൊമോ ടൂർണമെന്റും 6 മണിക്ക് ബീച്ചിൽ ഫ്ലാഷ് മോബും സംഘടിപ്പിക്കുമെന്നും ടൂർണമെന്റ് ജനറൽ കൺവീനർ ഡോക്ടർ ഫാദർ ബിജു ജോൺ വെള്ളക്കട, ഓർഗനൈസിംഗ് സെക്രട്ടറി ജോസ് സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് തങ്കച്ചൻ എന്നിവർ പറഞ്ഞു. തോടയം കഥകളി യോഗത്തിന്റെ 27ാം വാർഷികാഘോഷ പരിപാടികൾ ഒക്ടോബർ 1 നടക്കും. പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ കവി PK ഗോപി ഉദ്ഘാടനം ചെയ്യും. തോടയം കഥകളി യോഗത്തിന്റെ 27ാമത് വാർഷിക ആഘോഷ പരിപാടികൾ ഒക്ടോബർ 1 വൈകുന്നേരം 6 മണി മുതൽ തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ നടക്കും. പൊതുസമ്മേളനം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ PK ഗോപി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കോഴിക്കോട് നഗരസഭാ മേയർ തോട്ടത്തിൽ രവീന്ദ്രനെ അനുമോദിക്കും. ഈ വർഷത്തെ 27ാമത് വാർഷികാഘോഷ പരിപാടി ഒക്ടോബർ 1 തീയതി വൈകുന്നേരം 6 മണിക്ക് തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ അരങ്ങേറാൻ പോവുകയാണ്. ചടങ്ങിൽ തോടയം കഥകളി യോഗം ഏർപ്പെടുത്തിയ 2016 കഥകളി പുരസ്കാരങ്ങൾ ജേതാക്കൾക്ക് സമർപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. അറിയിപ്പുകൾ. മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയയുടെ 33ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന നടക്കാവ് ജുമാഅത്ത് പള്ളി ഖബറിസ്ഥാനിൽ 28-ന് ബുധനാഴ്ച രാവിലെ ഖബർ സിയാറത്തും പ്രാർത്ഥനയും നടക്കും. രാവിലെ 7:30-ക്ക് കോഴിക്കോട് വലിയ ഖാസി നേതൃത്വം നൽകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമ്പൂർണ്ണ മദ്യനിരോധനം പ്രായോഗികമല്ലെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. ഓൺലൈൻ മദ്യവിൽപ്പന മണ്ടത്തരമാണെന്നും എക്സൈസ് കമ്മീഷണർ. സമയം ദീർഘിപ്പിച്ച് കോർപ്പറേഷന്റെ ജനസേവന കേന്ദ്രം. കാത്തിരുന്ന് മുഷിയാതെ ഇനി സേവനങ്ങൾ വേഗത്തിൽ. BJP ഭരണത്തിൽ പട്ടാളക്കാർക്ക് സംരക്ഷണമില്ലെന്ന് DCC പ്രസിഡന്റ് KC അബു. 2 ദിവസം കോഴിക്കോട്ട് തമ്പടിച്ച മന്ത്രിമാർ അപകടത്തിൽ കാണാതായ സൈനികരുടെ വീട് സന്ദർശിച്ചില്ലെന്നും വിമർശനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.